കേരള വിഷൻ ന്യൂസിൽ ഞങ്ങൾ ഇനി കുറച്ച് അതിഥികളെയാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് സ്വർഗം. കാണാത്തവരൊക്കെ പോയി കാണണം. റെജിസ് ആന്റണി സംവിധാനം ചെയ്ത് അജു വർഗീസ്, അനന്യ, ജോണി ആന്റണി, മഞ്ജു പിള്ള എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ ചിത്രം മധ്യ തിരുവിതാംകൂറിലെ രണ്ട് ക്രൈസ്തവ കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത്. പഴയകാല ജീവിത ഓർമ്മകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബ ചിത്രം തന്നെയാണ് ഇത്. വ്യാപകമായിട്ടുള്ള പ്രേക്ഷക പ്രീതിയൊക്കെ നേടിയ ചിത്രത്തിലെ സംഗീത സംവിധായകനും ഗാനങ്ങളും സവിശേഷ ശ്രദ്ധയൊക്കെ ഇപ്പോൾ നേടുകയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച ശ്രീ ജിൻഡോ ജോണ്, ഗാനരചയിതാക്കളായിട്ടുള്ള ബേബി ജോൺ കലയന്താനി, വി കെ ഹരിനാരായണൻ എന്നിവരും സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസും നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും സ്വാഗതം, സുപ്രഭാതം. ഈ സിനിമ നല്ല രീതിയിൽ പ്രേക്ഷക പ്രീതി നേടി മുന്നോട്ട് പോകുന്നതിൽ സംവിധായകനും നിർമ്മാതാവിനും ഒപ്പം എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങൾ ആദ്യം തന്നെ ഒരു ആശംസകൾ നേരുകയാണ്. ആദ്യം തന്നെ ഈ ചിത്രം യാഥാർത്ഥ്യമാക്കിയ നിർമ്മാതാവ് ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസിലേക്കാണ് പോകുന്നത്. ലിസി മാം, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു ചിത്രം എങ്ങനെയാണ് സാധ്യമായതെന്നാണ് ആദ്യം അറിയാനുള്ളത്. പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ ഒരു ചിത്രം എത്തിക്കാൻ എങ്ങനെയാണ് കാരണമായത്? ആദ്യം തന്നെ സ്നേഹികളായ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാം. അതിന് കേരള വിഷനും വലിയ പങ്കുണ്ട്. പല മാധ്യമങ്ങളും ഞങ്ങളുടെ കൂടെ വളരെ സപ്പോർട്ടോടുകൂടി ഞങ്ങളുടെ ആദ്യത്തെ പ്രയത്നത്തെ അവർ തന്നെ സ്വന്തമാക്കി ഏറ്റെടുക്കുകയായിരുന്നു. ഇത് എന്നോടൊപ്പം 15 പേരുടെ ചേർന്ന ഒരു പ്രവാസികളുടെ ഒരു സംരംഭമാണ്. CN ഗ്ലോബൽ മൂവീസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. നമുക്ക് ലോകത്തിൽ എന്തെല്ലാം കഴിവുണ്ടെങ്കിലും ആ കഴിവ് ലോകത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല പാട്ട് ചെയ്തു, ഈ പാട്ട് മറ്റുള്ളവരിൽ എത്തണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനുള്ള പണം വേണം. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന 15 പ്രവാസികളായ അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ ആഗ്രഹത്തിൻ്റെയും അവരുടെ സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു സഫലീകരണവും കൂടിയാണ് ഈ സിനിമയുടെ ഇന്ന് വരെയുള്ള നേട്ടം, വിജയം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ നിമിഷത്തെയും സന്തോഷം. ഇവിടെ എനിക്ക് കേരള വിഷൻ്റെ ലോകം മുഴുവൻ കേരള വിഷൻ യൂട്യൂബിലൂടെയും അതുപോലെ ചാനലിലൂടെയൊക്കെ കാണുന്നവരോട് അവരുടെ പേര് പറയാതെ മുന്നോട്ട് പോയാൽ അതിലർത്ഥമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേരൂടെ ഒന്ന് പറയുകയാണ്. CN ഗ്ലോബലിൻ്റെ സാരഥികളായി വർഗീസ് തോമസ് UAE, രഞ്ജിത്ത് ജോൺ ഓസ്ട്രേലിയ, സിബി മാണി കുമാരമംഗലം ഇറ്റലി, മാത്യു തോമസ് UAE, മനോജ് തോമസ് UAE, ജോർജ് കുട്ടി പോൾ ഒമാൻ, ബേബിച്ചൻ വർഗീസ് ഓസ്ട്രേലിയ, റോണി ജോസ് സൗത്ത് ആഫ്രിക്ക, പിൻറ്റോ മാത്യു നൈജീരിയ, ജോസ് ആൻ്റണി UAE, ഷാജി ജേക്കബ് നൈജീരിയ, വിപിൻ വർഗീസ് UAE, ജോൺസൺ പുന്നലിപ്പറമ്പിൽ ഓസ്ട്രേലിയ, ജോബി മറ്റം കുവൈറ്റ്, എലിസമ്മ അബ്രാഹം ആൻഡ്രൂർ. ഇത്രയും പേരാണ് എൻ്റെ കൂടെ ഒന്നിച്ചു നിന്നത്. ഇതൊരു വലിയ എന്താ പറയേണ്ടത്, ഒന്നും അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് സിനിമ എന്ന് പറയുന്നത് കാണാൻ മാത്രം അറിയാവുന്ന ഞങ്ങൾ നല്ല കലാസൃഷ്ടികളുണ്ടാകണം, നല്ല പാട്ടുകളുണ്ടാകണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ പാട്ടുകളാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള ജിൻഡോയും ബേബി ജോണും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരിയേറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സംഗീതവും അതുപോലെ തന്നെ നല്ല കലാരൂപവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഈ 16 പേര് ഒന്നിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ നമ്മുടെ ആശയം ഇതായിരുന്നു. എന്തെല്ലാം സമ്പന്നതയുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇടത്തരംകാർ ജീവിക്കുന്ന കഷ്ടപ്പാടുകളുടെ ഇടയിലും നല്ല സന്തോഷം കണ്ടെത്തുന്ന 2 കുടുംബങ്ങളുടെ ബന്ധവും സ്നേഹവും ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഒരു പരിധി വരെ നല്ല ക്യാമറാമാൻ S ശരവണൻ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെ ഈ കുറച്ച് നാളായി, 1 വർഷത്തോളമായി ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് അവരൊന്നിച്ച് നിന്ന് വർക്ക് ചെയ്തു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ ഒരു സിനിമയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടല്ല, ചെറിയ സിനിമയാണ്, അതിന് ഒത്തിരി കുറവുകളുമുണ്ട്, ആദ്യം എടുത്തതാണ്. എന്നാൽ ജനം ഏറ്റെടുത്തത് ഈ പുതിയ സംരംഭത്തെ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അവർ കൂടെ നിന്നു. മാധ്യമങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കലാരൂപങ്ങളെയും ചെറിയ കലാസൃഷ്ടികളെയൊക്കെ സ്നേഹിക്കുന്ന അനേകം മലയാളികൾ ലോകത്തിൻ്റെ എല്ലായിടത്തും ഉണ്ടെന്ന് ഇവിടം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. ലോകം മുഴുവൻ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ടീമിന് വേണ്ടിയും ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കാതിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കുടുംബ പ്രേക്ഷകർ ഇരു കയ്യുകളെ നീട്ടി സ്വീകരിച്ച ഒരു സിനിമ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന വിധം പല പരസ്യങ്ങളോടൊക്കെയാണ് ഈ ചിത്രം ഇറങ്ങിയത്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു മാസമായി ഇപ്പോൾ ചിത്രം പുറത്തിറങ്ങിയിട്ട്, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആശ്വസിക്കാനുള്ള നിലയിലായോ ഇപ്പോൾ? പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത്?
ആശ്വസിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടക്കുമുതൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വസിക്കാൻ പറ്റൂ. പലയിടത്തും പല സിനിമയും ഇങ്ങനെ കോടികളുടെ കഥയൊക്കെ പറയുമ്പോഴും എനിക്ക് ആ കഥയിലോട്ടൊന്നും പറയാറായിട്ടില്ല. നമുക്ക് നഷ്ടമില്ലാതെ ഈ സിനിമ പോകണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. അതിലേക്ക് നമ്മൾ എത്തി വരുന്നതേ ഉള്ളൂ. കാരണം ഇനിയും സാറ്റലൈറ്റോ OTTയോ ഒക്കെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളും തിയേറ്ററുകളും ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പണം പൂർണ്ണമായിട്ട് നമ്മുടെ ഇതുവരെയും വന്നിട്ടില്ല. അതിനുള്ള സമയമായിട്ടുമില്ല. ഇനിയും ഓടേണ്ടിയിരിക്കുന്നു. അപ്പം പ്രേക്ഷകരെല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നഷ്ടമില്ലാതെ വന്നാൽ മാത്രമേ നമ്മൾ നല്ലൊരു അടുത്തൊരു പ്രൊജക്റ്റ് നമ്മുടെ ചിന്തയിൽ വരൂ. അപ്പോൾ തീർച്ചയായിട്ടും ലാഭത്തിലേക്കൊന്നും പറയാനുള്ള സംവിധാനത്തിൻ്റെ സമയമായിട്ടില്ല. നന്നായിട്ട് ജനം സ്വീകരിച്ചുകൊണ്ട് പ്രതിസന്ധിയില്ലാതെ നമ്മളിത് എത്തും. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കൂടെ സംഗീത സംവിധായകരും ഗാന രചയിതാക്കളും ഒക്കെയുണ്ട്. രചയിതാവുള്ള BK ഹരിനാരായണൻ സാറിലേക്കാണ് പോകുന്നത്. സാർ, എങ്ങനെയാണ് ഈ ഒരു സിനിമയെ നോക്കിക്കാണുന്നത്? എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും വലിയ സന്തോഷം. സ്വർഗത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ലിസി മാം ഉണ്ട്, ജിൻഡോ ജോൺ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ സന്തോഷം. നല്ല പ്രതികരണമാണ് ഇതിലെ പാട്ടിന് കിട്ടുന്നത്. സ്വർഗം സിനിമയെ പറ്റിയിട്ട് നല്ല ഫീഡ്ബാക്സ് വരുന്നു. നല്ല പ്രതികരണമാണ് ഈ പാട്ടിന് കിട്ടുന്നത്. ഞാൻ ഒരു പാട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഒരു കപ്പപ്പാട്ടാണ്. അതായത് കപ്പ നടുന്നതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലൊരു സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. മറ്റു പാട്ടുകളൊക്കെ സന്തോഷേട്ടനും ജിൻഡോ ജോണും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതിയ പാട്ട് ബിജിബാലാണ് മ്യൂസിക് ചെയ്തിരുന്നത്, ബിജിയേട്ടനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആ പാട്ടില്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങളിൽ പിന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഡയറക്ടറുടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലും സെക്കൻഡ് ക്ലാസ് യാത്രയിലും ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഇതിലും പ്രവർത്തിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലിസി മാം ആണ് എനിക്ക് തോന്നുന്നു എന്നെ ഈ വർക്കിലേക്ക് ആദ്യം വിളിക്കുന്ന സുദീപ് കുമാറാണ് സിംഗർ. എന്നിട്ടാണ് സുദീപ് ഏട്ടൻ വിളിച്ചതിന് ശേഷമാണ് സുഹൃത്താണ് അപ്പോ ലിസി മാം വിളിക്കുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. എന്തായാലും പാട്ടുകൾക്കും സിനിമയ്ക്കും ഒരു കൊച്ചു സിനിമ സ്വീകരിക്കപ്പെടുകയും അത്തരത്തിലുള്ള നല്ല പ്രതികരണങ്ങൾ വരുമ്പോൾ സന്തോഷമുണ്ട്. പാട്ടും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സ്വർഗം കണ്ടവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഒരു പഴയകാല നൊസ്റ്റാൾജിക് ഫീലൊക്കെ, കപ്പ പറിക്കുന്നതും കപ്പ വാട്ടുന്നതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വീണ്ടും ആ പാട്ടിലൂടെ പ്രേക്ഷകർക്ക് എത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതിന്റെ ക്രെഡിറ്റ് ഇത് ഇവർക്കൊക്കെ ഉണ്ട്. കാരണം ഞാന് കുന്നംകുളത്തുകാരനാ. ഈ കുന്നംകുളത്ത് എല്ലാ നാട്ടിലും കപ്പയുണ്ടെങ്കിലും ഇത് ആ ഭാഗങ്ങളിലെ മലനാടിന്റെ അവിടെയാണ് അത് അധികം വരുന്നത്. അതൊരു ഉത്സവമാവുന്നത്. അപ്പൊ ഈ ഉത്സവത്തിനെ പറ്റിയിട്ട് ഞാൻ ലിസി മാം പറഞ്ഞതുപോലെ ഡയറക്ടറോട് ചോദിച്ചു. വേറെയും കുറെ റെഫറൻസ് എടുത്തിട്ടാണ് ഞാനത് എഴുതിയത്. നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് എഴുതുമ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് ആ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. സംഗീത സംവിധായകൻ ജിൻഡോ ജോൺ സാർ ഉണ്ട്. സാർ എന്താ ഒന്നും പറയാത്തത്? നമസ്കാരം. ഒരു മാസത്തോളമായി കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു സിനിമയും പാട്ടും ഒക്കെ. അതെ, നവംബർ 8-ാം തീയതി മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുമ്പോഴേക്കും ഒരുപാട് ചിത്രങ്ങൾ ഇതിനോടകം റിലീസ് ചെയ്തെങ്കിലും കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഏറ്റെടുക്കുകയും അതുപോലെ പ്രത്യേകിച്ച് ഇതിലെ ഗാനങ്ങളെല്ലാം അവരുടെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നാമത് ഇതിനകത്ത് ലിസി മാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം. അതുപോലെ അതിനകത്ത് നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ബേബി ജോൺ കലേന്താനി, ലിസി മാം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു നല്ലൊരു ഭക്തിഗാനം അത് വിജയ് യേശുദാസിൻ്റെയും ചിത്ര ചേച്ചിയുടെയും ശബ്ദത്തിൽ ഈ സിനിമയിലേക്ക് ഞങ്ങൾ 3 പേരും കൂടി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ലോകം മുഴുവനുള്ള ദേവാലയങ്ങളിലും എല്ലാം ആ പാട്ട് ഏറ്റെടുത്ത് അവർ വീണ്ടും പാടുന്നുണ്ട്. 100 പേരുടെ കൊയർ, 200 പേരുടെ കൊയറൊക്കെ ആയിട്ട് അവരങ്ങനെ അവതരിപ്പിച്ചു പോകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സന്തോഷ് വർമ്മ സാറിൻ്റെ കൂടെ ലിറിക്സിൻ്റെ കൂടെ ഒരു മ്യൂസിക് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഈ ടീമുകളോടെല്ലാം പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പടം അല്ലെങ്കിൽ ഈ പാട്ട് ഏറ്റെടുത്ത എല്ലാ പ്രേക്ഷകരോടും എനിക്കുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നല്ലൊരു രാവിൻ്റെ ആരംഭമായി എന്നുള്ളൊരു പാട്ടാണ് സന്തോഷ് വർമ്മ സാർ എഴുതി തന്നത്. ഇതിന് ഇട്ടിരിക്കുന്ന ട്യൂണും
ആ പാട്ടിനെയും എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് അറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കുറച്ചുകൂടെ പാടുമോ? അത് ഇപ്പൊ പാടിയതൊന്ന് കുറച്ചുകൂടെ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പാടുവോ? കേരള വിഷൻ ന്യൂസിന് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു രാവിൻ്റെ ആരംഭമായി നാടാകെ വീടാകെ പൂക്കാലമായി, അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ട്യൂൺ എന്ന് പറയുന്നത് വരവായേ കല്യാണം വരമാണേ കല്യാണം അതിൽ ആനന്ദത്തോടാടിപ്പാടി കൂടാം നല്ലോണം എന്നാണ് അദ്ദേഹം വരി എഴുതി വച്ചിരിക്കുന്നത്. നല്ല ഓണം പോലെ അത്ര ആഘോഷമായിട്ടൊരു കല്യാണത്തെ ആക്കി തീർക്കാം എന്നുള്ള അർത്ഥവത്തായ ലിറിക്സോട് കൂടിയാണ്. അതുപോലെ ഇതിന് എനിക്ക് പറയാനുള്ള ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ആദ്യം ഭക്തിഗാനം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയി. നമ്മുടെ ലിസിമാം ഉണ്ടായിരുന്നു, അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ റജീസ് ആൻ്റണി സാറുണ്ട്, അതുപോലെ ബേബി ജോൺ കലേന്താനി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ചാണ് ഇതിൻ്റെ എന്ത് തീമിൽ ഇത് ചെയ്യണം, അതായത് പഴയ കാലത്തെ കല്യാണവും പുതിയ കാലത്തെ കല്യാണവും തമ്മിലുള്ള ഒരു താരതമ്യമാകട്ടെ ഈ പാട്ട് എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾക്ക് കിട്ടുന്നത് ഫ്ലൈറ്റിൽ വെച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന ചിന്താഗതികൾ ആ പാട്ടിനകത്ത് വളരെ ബൈ ചാൻസിൽ വന്നു. അതിനുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ടായി എന്നുകൂടി ഈ സമയത്തൊരു രസകരമായ കാര്യമായതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. ഗാനരചയിതാവ് ബേബി ജോൺ കലേന്താനി സാറുണ്ട്. സാർ, ഈ ഒരു ക്രിസ്തീയ പാട്ടുകളൊക്കെ ഈ മലയാള സിനിമയിൽ അപൂർവമാണ്. ഈ ഒരു സ്നേഹ ചൈതന്യമേയുള്ള ഒരു പാട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തായിരുന്നു അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമോ, ഇത് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ഇതൊരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പാട്ടാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ മനസ്സിൽ? നമസ്കാരം, സന്തോഷമുണ്ട്. തീർച്ചയായും പറയട്ടെ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജിൻഡോ പറഞ്ഞതുപോലെ ലിസിമാമും ജിൻഡോ ജോണും ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. കൂട്ടുകെട്ടില് ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത, ഈ ഭക്തിഗാനത്തിന്റെ പ്രത്യേകത ആത്മീയമായി അനേകം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു ആത്മീയ ഗാനം ഇതിലെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുക അതൊരു വലിയ കാര്യമായിരിക്കും. അങ്ങനെ ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇതിന്റെ രചനയും അതുപോലെ സംഗീതാത്മകതയും ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാക്കി. അത് ഞങ്ങൾക്ക് അന്ന് തന്നെ അത് ട്യൂണായി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഹൃദയത്തിൽ ഒരു അനുഭവമായിരുന്നു. അത് പ്രിയപ്പെട്ട വിജയശ്വാസും ചന്ദ്രചേച്ചിയുടെ കാര്യങ്ങളിൽ കൊടുക്കുമ്പോഴും അവരും ഇത് തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവർ പറഞ്ഞു, ഇത് മനോഹരമായ ഒരു മെലഡിയാണ്, നന്നായി അതിന്റെ കോറസ് ഒക്കെ നന്നായിട്ട് തന്നെ അത് ജനം ഏറ്റെടുക്കും, യാതൊരു സംശയവുമില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അതും ഞങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു. എന്തായാലും അത് എല്ലാ ഹൃദയങ്ങളും ഏറ്റെടുത്തു. അത് യുവജനങ്ങൾ മാത്രമല്ല, മുതിർന്ന ഹൃദയങ്ങളും. ഒരുപക്ഷെ ഈ ആനുകാലിക തലങ്ങളിലൊക്കെ ഈ ന്യൂ ജെൻ ഒക്കെ പറയുമ്പോൾ ഏറ്റെടുക്കോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാകുമോ, അസ്വാഭാവിക. പക്ഷേ അവർ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരുമയോടെ ഇന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അവർ പലരും വന്ന് പ്രോത്സാഹനമായി പറയാറുണ്ട്, സാറേ മനോഹരമായ ഗാനമാണ്, ഞങ്ങളൊക്കെ പാടാറുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഒരു നന്മ നിറഞ്ഞ പ്രതിഫലനമായി കാണുന്നു. എല്ലാ ഹൃദയങ്ങളും ദേവാലയങ്ങളും അത് നാനാജാതി മതസ്ഥരൊക്കെ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ സാർ, ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മെസ്സേജാണ് ചിത്രം പറയുന്നത്. ലിസിമാമിനോടാണ്. ലിസിമാം ആ ഒരു ചിത്രത്തിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സമയത്ത് ഒരു ഹാർമോണിയം വായിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം അടക്കം ചോദിച്ചു വാങ്ങിയ ഒരു കഥാപാത്രമാണോ, അല്ലെങ്കിൽ ഒരു ക്രൂവിനെ മൊത്തം നയിക്കേണ്ട ഒരു പ്രൊഡ്യൂസറാണ്, ഒരു അഭിനയ രംഗത്തേക്ക് കൂടെ ഒന്ന് കാൽ വെച്ചിട്ടുണ്ട്? ആദ്യം തന്നെ ഹരിനാരായൺ സാർ ഇവിടെയുണ്ട്, ബിജിപാൽ സാർ ഇല്ലെങ്കിലും ഇവർ രണ്ടുപേരും, സന്തോഷ് വർമ്മ ഇല്ല. പക്ഷേ ഈ ടീമിനെ ഞാൻ, ബേബി ജോണും ജിൻഡോയും ഞാനും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ പ്രത്യേകതയിൽ ഇവരെ ഹരിനാരായൺ സാറിനെയും ബിജിപാൽ സാറിനെയും പ്രത്യേകം ഞാനൊന്ന് ഓർക്കുകയാണ്. കാരണം ഈ കപ്പപ്പാട്ട് എന്ന് പറഞ്ഞ പാട്ട് ഡയറക്ടർ ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞു, നമുക്കൊരു കപ്പപ്പാട്ട് വേണം, അല്ലെങ്കിൽ കപ്പയൊക്കെ. ഇദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്, ഞാൻ ദുബൈയിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് നിസ്സാര സമയം നമ്മുടെ കയ്യിലുള്ളൂ, പെട്ടെന്ന് നമുക്കൊരു പാട്ട് വേണം എന്നാണ് പറയുന്ന കാര്യം സാറിനോട് വിളിച്ചിട്ട്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ നമ്മളോട് ആശയം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അദ്ദേഹം അത് നന്നായിട്ട് പഠിച്ചു. പിന്നെ നെല്ലപ്പാറയൊക്കെ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് നന്നായിട്ട് ആ ചരിത്രമൊക്കെ പഠിച്ച്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ല ലിറിക്സ്, ബിജിപാൽ സാർ അതിന് ഭംഗിയായ ട്യൂണ്. അതുപോലെ തന്നെയാണ് സന്തോഷ് വർമ്മ സാറും അദ്ദേഹത്തോട് പറഞ്ഞ ആശയത്തെ ജിൻഡോയും ഞങ്ങളെല്ലാവരോടും ഈ പറഞ്ഞ പോലെ, ജിൻഡോയുടെ ഈ വാക്ക് കേട്ടിട്ട് കണ്ടോ പലരും ഇനി പ്ലെയിനെ പോയിരുന്ന്
ആശയം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പൊക്കത്തിൽ ഇരുന്ന് നിൽക്കുമ്പോൾ ഒരു ആശയം കിട്ടുമെന്നൊക്കെ ഓർക്കാൻ വേണ്ടിയുണ്ട്. ഞങ്ങൾ നിവൃത്തികേട് കൊണ്ടും ഓട്ടത്തിൻ്റെ ഇടയ്ക്കും അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇവരുടെ എല്ലാം ഒരു കഴിവും അവരുടെ ഒരു പ്രോത്സാഹനവും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബേബിച്ചൻ പിന്നെ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയ ആളാണ്. അത് നമ്മുടെ ഒരു കൂട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു ആ പാട്ട് സ്നേഹ ചൈതന്യമേന്നുള്ള. ഇനി അഭിനയിച്ചതും എന്താ പറയണ്ടേ, ആ കാര്യത്തിലേക്ക് വന്നാൽ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റോൾ അഭിനയിക്കാനിരുന്നല്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ കഥ എഴുതുമ്പോൾ കോളേജ് ഡേയുടെ ഒരു പരിപാടി ഞാൻ അതിനകത്ത് ആഗ്രഹിച്ചിരുന്നു, ഒരു കോളേജ് ഡേ. അപ്പോൾ ഒരു കോളേജിൻ്റെ അകത്തെ ഒരു ടീച്ചറായിട്ടോ എന്തെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെൻ്റെ ആഗ്രഹമായിരുന്നു. അമ്മച്ചിയാക്കിയത് ഡയറക്ടറാണ്. ഞാൻ അമ്മച്ചിയാൻ ആഗ്രഹിച്ച ആളേ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ കിടക്കട്ടെ, ഇപ്പം ഭയങ്കര എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. എല്ലാവരും ഇപ്പം അമ്മച്ചി ആഘോഷിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് സന്തോഷമായി. എങ്ങനെയാണേലും പിന്നെ ഇത് തമാശന് പറഞ്ഞെങ്കിലും എൻ്റെ 10 വയസ്സ് നല്ല കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും. അഭിനയിക്കാൻ അത്ര വലിയ എനിക്ക് കുഞ്ഞു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ വലിയ അഭിനയിക്കേണ്ട സംഭവം ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. മഞ്ജു വാര്യർ പോയി കമലതളത്തിൽ കന്മതത്തിൽ അഭിനയിക്കുന്ന കഥയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഡയറക്ടർമാർ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചെറുതായിട്ടുള്ള കാര്യമൊക്കെ ചെയ്യാൻ അത് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് എനിക്ക് ദൈവം തന്ന സമ്മാനമായിട്ടാണ് ഞാൻ തമാശ ഒരു സൈഡിൽ പറഞ്ഞെങ്കിലും. കാരണം ഞാൻ 10 വയസ്സ് മുതൽ ഹാർമോണിയം വായിച്ച് എൻ്റെ ഗ്രാമത്തിൽ പാലായിലെ നീലൂർ എന്ന് പറഞ്ഞ പള്ളിയിലാണ് ഞാൻ 10ാം വയസ്സിൽ ഹാർമോണിയം വായിച്ച് എൻ്റെ ആദ്യത്തെ ദൈവ ശുശ്രൂഷ തുടങ്ങുക. ആ ഹാർമോണിയത്തെ തന്നെ ഈ സിനിമ തുടങ്ങുകയും അതും യോസേപ്പ് പിതാവിൻ്റെ പള്ളിയിലായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. മാതാവിനെയും യോസേപ്പ് പിതാവിനെയൊക്കെ ഞാനൊരു ദൈവവിശ്വാസിയായ ആളാണ്. എന്നാൽ എല്ലാ മതങ്ങളുടെ എൻ്റെ കൂട്ടുകാരും എന്നെ ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവരെല്ലാം ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ വിശ്വാസം ഞാൻ പ്രഘോഷിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ട് എനിക്ക് ദൈവം തന്ന സമ്മാനമായിട്ടായിരിക്കാം തുടങ്ങുമ്പോൾ ഹാർമോണിയത്തെ തുടങ്ങിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം എന്താണെന്ന് അറിയാം, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലെന്നേ. നിങ്ങളൊന്നും ഓർക്കുന്നതല്ല, ഈ 10, 100, 125 പേരുടെ കൂടെ യാത്ര ചെയ്യുന്നു. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി പൈസ മുടക്കിയവരൊക്കെ ഓരോ രാജ്യത്താണ്. പൈസ കൊടുക്കുന്നിടം തുടങ്ങി പ്രൊഡക്ഷൻ ടീമിനെ നോക്കുന്നിടം തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം അനേക റിസ്ക്കുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചേച്ചിക്ക് ഇന്നൊരു റോളുണ്ടെന്ന് ഡയറക്ടർ പറയുമ്പം നല്ലൊരു സമാധാനത്തിലോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്തേക്കുന്നത്. പക്ഷേ എന്നെ വിളിച്ച് പലരും പറഞ്ഞു അഭിനയിച്ചേക്ക് നല്ല ഓട്ടമൊന്നും സത്യത്തിൽ അഭിനയിക്കാനൊന്നും ചിന്തിച്ചിട്ടില്ല, അറിവുമില്ല, അതിനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ചെയ്ത കാര്യം കുഞ്ഞ് കാര്യമായതുകൊണ്ടാണ് അത് ഏറ്റത്. വലിയ കാര്യമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചില കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മുടെ ആ എഫേർട്ടിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാണ്ട് ഒരു അഭിനയത്തിൻ്റെ കഴിവ് ഇതിലില്ലായിരുന്നു, അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളുടെ ഇടയ്ക്കൂടെ പേടിയും ഞാൻ ഇറങ്ങാത്തൊരു മേഖല നിൽക്കുകയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കി. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ദൂരെ നിൽക്കുന്നു, അവരെല്ലാം മറ്റ് രാജ്യങ്ങളിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സമാധാനവും ഈ സമയങ്ങളിലില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എവിടെയെങ്കിലും ഒരു സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കുന്നത്. സമാധാനം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരുന്ന സമാധാനമുണ്ട്, പക്ഷേ ഇതിൻ്റെ റിസ്ക്കുകൾ എപ്പോഴും റിസ്ക് തന്നെയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ഒത്തിരിയേറെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ഒത്തിരി വൈദികരും സിസ്റ്റേഴ്സും മഠങ്ങളിൽ ആരാധനയ്ക്ക് വരെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ആ ഒരു ബലം മാത്രമേ എന്നെ സ്നേഹിക്കുന്ന ലോകം മുഴുവനുള്ള ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എൻ്റെ ഗ്രൂപ്പിനെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവരുടെ പ്രാർത്ഥനയുടെ ബലം മാത്രമേ എനിക്ക് ആദ്യ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ കാണുന്നൊന്നും എനിക്ക് പോസിറ്റീവായിട്ടല്ല, പലതും നമുക്ക് അവിടെ റിസ്ക് ഉണ്ടാവുമോ, ഇവിടെ മഴ പെയ്യുമോ, ഇവിടെ പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അഭിനയിച്ചത് സത്യത്തിൽ പഠിച്ചിട്ടല്ല, ഒരു ഹൃദയത്തിൻ്റെ സമാധാനത്തിലുമല്ല. പക്ഷെ എങ്ങനെയോ അത് ദൈവം അനുഗ്രഹിച്ച് ഇത്രയൊക്കെ എത്തി. ജനങ്ങളതിനെ കളിയാക്കിയില്ല, ജനങ്ങളെന്നെ കുറ്റം പറഞ്ഞില്ല, അവരതിനെ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. എല്ലാ ഡയറക്ടർമാരും അഭിനയിക്കാൻ വിളിക്കട്ടെ മാമിനെ. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സമയത്തുള്ള ഒരു ലൊക്കേഷൻ സമയത്തുള്ള ഒരു കളിച്ചിരികൾ, അജു വർഗീസ് ഉണ്ട്, അനന്യയുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ടീം എങ്ങനെയായിരുന്നു ആ ഒരു ലൊക്കേഷൻ സമയത്ത്, ഒരു ഷൂട്ടിംഗ് സമയത്തുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയായിരുന്നു?
അത് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്നാണെന്നറിയോ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ടെൻഷനായിട്ട് എനിക്ക് തോന്നുള്ളൂ. ബാക്കിയൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ഓരോ ദിവസവും പൈസ മാറി വരുമ്പോഴോ കൂടി വരുമ്പോഴോ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വെപ്രാളം നമുക്ക് എന്നാണെങ്കിലും വരും. അല്ല നമ്മളിൽ അതുപോലെ പൈസയും വെച്ചിട്ടായിരിക്കണം. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മുടെ ഒരു വലിയ കലാസ്നേഹത്വം കൊണ്ട് ഇറങ്ങിയ കറക്റ്റ് ബഡ്ജറ്റൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, വന്നാലും കൂടുതൽ വന്നു. അപ്പം ആ ഒരു റിസ്ക്കുകളും അതിൻ്റെ ടെൻഷനുകളും ഇതിന് പൈസ കൂടുമെന്നൊക്കെയുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചാൽ ഈ സൈറ്റ് വളരെ മനോഹരമായിരുന്നു. പിന്നെ അറിയാമല്ലോ, ജോണി ആൻ്റണി ചേട്ടൻ ഒരു ഹെഡ് മാസ്റ്റർ പോലെ എല്ലാവരെയും പേടിപ്പിച്ച് അതിലൂടെ നടക്കുമ്പം മഞ്ജു പിള്ള എന്നാ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തമാശയും പറഞ്ഞ് അജു ഒക്കെ അതെ, അവരെല്ലാം ഒരു ഫ്രണ്ട്ലി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ ഒന്നിച്ച് ഇരിക്കും. ഇന്നും രാവിലെയും വൈകിട്ട് ഒരു നേരം ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയായിരുന്നു. ഈ രണ്ട് കുടുംബത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിങ്ങിന് വന്ന എല്ലാവരും ഇപ്പം ഇന്നലെതാണേലും തുഷാരപ്പിള്ള, അതുപോലെ തന്നെ മനോഹരി ജോയി ചേച്ചി, കൂടസനാട് കണകം ചേച്ചി, ഇതെല്ലാവരും അവനവൻ്റെ ഒരു വീട് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഷൂട്ടിങ് നടന്നത്. സജിൻ ചെറുകയിൽ, വിനീത് തട്ടിൽ, സിജോയ് വർഗീസ് എനിക്ക് വർഷങ്ങളുടെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് സിനിമയേക്കാൾ ഉപരി ഞങ്ങളെല്ലാം ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ടീം ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു. നല്ല രസകരമായ അനുഭവങ്ങളുണ്ട്, അതുപോലെ അത്ഭുതകരമായ അനുഭവങ്ങളും ഉണ്ട്. പല രീതിയിൽ ചില സ്ഥലത്ത് ഞങ്ങൾക്കിടെ കഴിവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തടത്ത് ദൈവത്തിൻ്റെ കരം ഞങ്ങൾ കണ്ട അനുഭവങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് കപ്പവാട്ട്, ഈ കപ്പ സോങ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ സോങ്ങാണ്. ഇത് നടക്കുന്ന സമയത്ത് കപ്പവാട്ടി ഇടുന്ന സമയത്തൊക്കെ ആ പ്രദേശത്തിന് അക്കരെ ഒരു 5 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറവും വലിയ മഴ പെയ്തു. നമ്മുടെ ആ പ്രദേശം മാത്രം മഴ പെയ്യാത്തത് ആ ലൊക്കേഷൻ മുഴുവൻ അത്ഭുതത്തോടെ കണ്ടതാണ്. ശരവണൻ സാർ ക്യാമറ ചെയ്ത ആൾ എന്നോട് അത് കഴിഞ്ഞതേ പറഞ്ഞത് പ്രൊഡ്യൂസർക്ക്, അദ്ദേഹം തമിഴ് വന്നാണ്, അദ്ദേഹം ഇത് പ്രൊഡ്യൂസർക്ക് ദൈവം ചെയ്ത കരുണയാണ്. അല്ലെ 5 ലക്ഷം രൂപയിലും അന്നത്തെയൊക്കെ വലിയ ഷൂട്ടിങ്ങാണ്. ഒത്തിരി പേരുണ്ട്, സാധാരണക്കാളും ഒത്തിരിയേറെ ആൾക്കാരൊക്കെയുള്ള വലിയ ഷൂട്ടിങ്ങാണ്. കലാമാഷൊക്കെ വന്നുള്ള കൊറിയോഗ്രഫിയും. അപ്പം വലിയൊരു തുകയാണ് അതിൽ നിന്ന് നമുക്ക് നഷ്ടമാകുക മഴ വന്നാൽ. പിന്നെ ഈ വീണ്ടും സെറ്റിടുക, ഇവരെല്ലാം വീണ്ടും കൊണ്ടുവരിക, വലിയ റിസ്ക്കുകൾ. അങ്ങനെയൊക്കെ ചില അത്ഭുതകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷൻ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഡേറ്റുകൾ, ഷൂട്ടിംഗ് ടൈമൊക്കെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. ഇവരെല്ലാം നമ്മുടെ കൂടെ ഒന്നിച്ച് സഹായിച്ച്, അതുപോലെ തന്നെ കേട്ടോ പ്രൊഡക്ഷൻ ടീം, അതുപോലെ തന്നെ ക്യാമറ ടീം, അതുപോലെ ഡയറക്ഷൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെയും, അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ വന്നവർ പോലും പല സ്ഥലത്തുനിന്ന് വന്നവരുണ്ട്. അവരൊക്കെ വീട്ടിൽ വന്ന് എനിക്ക് നന്ദിയും പറഞ്ഞ്, അതുപോലെ തന്നെ ഒന്നിച്ച് ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ടാണ് ഞങ്ങളുടെ ടീം പിരിഞ്ഞത്. എല്ലാവരും അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ പല സ്ഥലത്തുനിന്നായിരുന്നു, ദൂരെ നിന്നായിരുന്നു. റജി സാന്നി മാത്രമാണ് നമ്മുടെ പാലായിലുണ്ടായിരുന്നല്ലേ, എറണാകുളത്ത് താമസിക്കുന്ന, ബാക്കിയുള്ളവർ കോഴിക്കോടും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഞങ്ങളൊരു കേക്ക് മുറിച്ചാണ് ഈ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചത്. എല്ലാവരും ആ കേക്ക് മുറിച്ചപ്പോൾ ആ സന്തോഷവും മധുരവും പങ്കുവെക്കുകയായിരുന്നു. പ്രാർത്ഥനയോടെ തുടങ്ങി, പ്രാർത്ഥനയോടെ അവസാനിപ്പിച്ചു. ജിൻഡോ ജോൺ സാറും ബേബി ജോൺ സാറൊക്കെ അപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കില്ല, എല്ലാവരും ലിസിമാമിനോടാണ് ചോദിക്കുന്നത്. ബേബി സാർ ആദ്യമായിട്ടാണ് ഒരു സിനിമയിലേക്ക് ആദ്യമായി പാട്ട് എഴുതുന്നു. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു വികാരങ്ങൾ? തീർച്ചയായും ഇത് കഥ മെനഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയുകയായിരുന്നു, നന്മ നിറഞ്ഞ സന്ദേശമാണ് ഇത് സമൂഹത്തിന് കൊടുക്കുന്നത്, ഈ ചിത്രം കൊടുക്കുന്നുള്ളൊരു ഉൾബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ക്ഷണം സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ട്, എങ്കിൽ പോലും നന്മ നിറഞ്ഞ ഒരു പശ്ചാത്തലം ഒരുക്കുന്ന ഒരു സിനിമ, അത് വലിയ ബഹളമയമല്ല, മറിച്ച് ശാന്തമായ, സൗമ്യമായ, സമാധാനത്തിന്റെ ഒരു നിറവായ ഒരു ആശയം കൊടുക്കുന്ന ചിത്രം. അപ്പൊ അതിന് പറ്റിയ ഒരു ഗാനം തയ്യാറാക്കുക, അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ ഒരു തൂലിക അവിടെ നൽകുകയായിരുന്നു. കാരണം പിന്നെ ഒരു സന്തോഷം കൂടി ഉള്ളത്, എൻ്റെ ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം എന്ന ഗാനത്തിന്റെ ജൂബിലി വർഷമാണ് ഈ വർഷം. അപ്പൊ ആ വർഷത്തിൽ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ സമ്മാനമായി അതും ജനകോടികള്, നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിൻഡോ ജോണും ലിസി കെയും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് അത്യുന്നതന്റെ മറവിൽ സർവശക്തി തണലിൽ അതും ജനകോടികൾ ഏറ്റുപാടിയതാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേകത, സാമുദായികമായിക്കൊള്ളുന്ന അപ്പുറത്ത് നാനാജാതി മതസ്ഥരായ ഹൃദയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ ഒരുപോലെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ അവരൊക്കെ അത് ഏറ്റുവാങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരു ചുവടുവയ്പിലേക്ക് ഈ സിനിമാ മേഖലയിലേക്ക് ആദ്യമായി ചുവടുവെച്ചത്
എനിക്ക് തികച്ചും ഒരു സന്തോഷമാണ്, ആനന്ദമാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വലങ്കൈയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒപ്പം ഞാൻ വീണ്ടും പറയട്ടെ, ഈ ജിൻഡോയൊക്കെ അതുപോലെ ഞങ്ങൾ വളരെ തമാശയും ചിരിയും കളിയും ഒക്കെയായി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ അതിനൊരു മികവ് ഉണ്ടാവുകയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ജനകോടികൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്, ഒരു വലിയ ആനന്ദം തന്നെയാണ്. ഒരിക്കൽ കൂടി ഈ ഇന്ത്യ വിഷൻ ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനൊക്കെ ഹൃദയപൂർവ്വം ഇതിന്റെ പ്രേക്ഷകർക്കും ഇതിനു വേണ്ടി ഇങ്ങനെ വേദി ഒരുക്കിയ ഇതൊക്കെ ഞാൻ ഹൃദയപൂർവ്വ സ്നേഹവും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ജിൻഡോ ജോൺ സർ, സിനിമയും സ്വീകരിച്ചു, പാട്ടും സ്വീകരിച്ചു. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു മാസമായിട്ട് തിയേറ്ററിൽ നിറഞ്ഞാടുകയാണ്. കുടുംബ സദസ്സുകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സിനിമയാണ് സ്വർഗം. ഇതിൻ്റെ ഫസ്റ്റ് ഒരു ചർച്ച തുടങ്ങുന്ന കാലം മുതൽ ഉള്ളതാണ് ഞങ്ങൾ 3 പേര് പ്രത്യേകിച്ച്. അതിലേക്കാണ് ബാക്കിയുള്ള ഡയറക്ടർ മുതൽ ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയവർ, ലിറിക്സ് എഴുതിയവർ, അതുപോലെ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ഇതിനകത്ത് ഈ പടം ഇത്രയും വിജയമായി തീർത്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അജു വർഗീസ്, അനന്യ, ജോണി ആൻ്റണി ചേട്ടൻ, അതുപോലെ മഞ്ജു പിള്ള, ഇതുപോലെയുള്ള നടന്മാരുടെയും നടിമാരുടെയും അവരുടെ ഒരു അകമഴിഞ്ഞ സപ്പോർട്ടാണ്. ഞാൻ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ സെറ്റിൽ ചെല്ലുമ്പോൾ കാണുന്നത് ജോണി ആൻ്റണി ചേട്ടനും അജുവും ഇവരെ എല്ലാവരും, മഞ്ജു ചേച്ചിയൊക്കെ ആണെങ്കിൽ ആദ്യം ലിസി മാം പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു ചേച്ചിയാണ് ഈ ലിസ് ചേച്ചി. അതുകൊണ്ട് ഈ ചേച്ചിയുടെ സിനിമ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ സ്വന്തം സിനിമയായിട്ട് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കൊടുക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെ ഞാൻ ഓർത്തു പോവുകയാണ്, അതുപോലെ വീട്ടിൽ നിന്ന് മകനോട് വഴക്ക് കൂടി ഷൗട്ട് ചെയ്ത് പുറത്തേക്ക് വഴക്ക് കൂടി പോകുന്ന ഒരു വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സീനുണ്ട് ഇതിനകത്ത് ജോണി ആൻ്റണി ചേട്ടൻ അവതരിപ്പിച്ചത്. അതിനകത്ത് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഷൗട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ടയൊക്കെ ഇനി നാളത്തേക്ക് ഉപയോഗിക്കാനല്ലേ ഉള്ളത് എന്ന് വരെ ഓർത്തുപോയി. അതുപോലെ മഞ്ജു ചേച്ചി ആണെങ്കിൽ എല്ലാവരും അവനവൻ്റെ പടം എന്നുള്ള രീതിയിൽ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സിജോയ് വർഗീസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഈ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഈ ഒരുപാട് സപ്പോർട്ടോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും തലേദിവസം കൊടുത്ത സ്ക്രിപ്റ്റ് മുഴുവൻ അദ്ദേഹം പഠിച്ചു വെച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ വാക്കുകളും എടുത്തെടുത്ത് പറഞ്ഞ് വീണ്ടും ഞങ്ങൾക്കൊക്കെ വേണ്ട ഉപദേശങ്ങളൊക്കെ തന്ന് ഇതിൻ്റെ ഡയറക്ടറോട് 1-2 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ നല്ലതാവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റജീസ് ആൻ്റണി ആണ് സംവിധാനം ചെയ്യുന്നത്. ശ്രീ റജീസ് ആൻ്റണി ഇതിനു മുമ്പ് ചെയ്ത സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറയുന്നൊരു പടം വളരെ സക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പടവും സക്സസ് ആയി പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ പ്രേക്ഷകരെ ഏറ്റെടുത്തെങ്കിലാണ് ഓരോ സിനിമയും എന്തെങ്കിലും ഒരു വിജയത്തിലേക്ക് എത്തുള്ളൂ. ഇതേതായാലും തീർച്ചയായും ഇതിൻ്റെ പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് അങ്ങ് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ളത് ഈ വെറുതെ നിന്ന് നമുക്കൊരു പുറമേ നിന്നൊരു കുറ്റം പറയാൻ അല്ലെങ്കിൽ ആ പടം പൊട്ടി എന്ന് പറയാൻ എളുപ്പമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും കാണാൻ കൊള്ളാവുന്ന സിനിമയാണെന്ന് തോന്നുന്ന സിനിമകളെല്ലാം എല്ലാവരും പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ കലാരൂപം കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. നമ്മുടെ സമൂഹവുമായി സമൂഹത്തിൻ്റെ കെട്ടുപാടുകളിൽ നല്ല നല്ല കാര്യങ്ങൾ സമ്മാനിക്കാൻ സിനിമയ്ക്ക് എല്ലാ കാലത്തും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും വീണ്ടും എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ പാട്ടും എല്ലാം നല്ല പാട്ടുകളെ സ്വീകരിക്കും ജനം എന്നുള്ളത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഇതിലൂടെ. ഈ കല്യാണ വീടുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് കല്യാണ വീടുകളിൽ കല്യാണത്തിൻ്റെ പാട്ടുകൾ, കല്യാണത്തിൻ്റെ തലേദിവസത്തെ ആഘോഷത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഈ പാട്ടിട്ടിട്ട് റീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി സന്തോഷം. അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ലിറിക്സ് എഴുതിയ സന്തോഷ് വർമ്മ സാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ ഹരിചരൺ, അദ്ദേഹം ഒരുപാട് പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ AR റഹ്മാൻ സാറിൻ്റെയൊക്കെ കൂടെ ഒത്തിരി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ പാട്ട് ഏറെ സന്തോഷത്തോടെയാണ് ചെന്നൈയിൽ പാടിത്തന്നത്. അതുപോലെ സുദീപ് ഏട്ടൻ വർഷങ്ങളുടെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുപാട് പാട്ടുകളുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്.
അദ്ദേഹം ഏറെ സന്തോഷത്തോടെ നല്ല എഫർട്ട് എടുത്താണ് ഈ പാട്ട് നല്ല രസമായിട്ട് പാടി തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഗായികയാണ് KGF പാട്ടൊക്കെ പാടിയിട്ടുള്ള അന്ന ബേബി. അദ്ദേഹവും വളരെ എഫർട്ട് എടുത്ത് തന്നെയാണ് ഇതിനകത്തെ പാട്ട് വളരെ വെറൈറ്റി ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ പാട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ കേരള വിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവീൺ സാറിനും എല്ലാവർക്കും ഉള്ള നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അവസാനമായി ലിസിമാവിനോട്, ലിസിമ ഈ ഒരു കൂട്ടായ്മയിൽ ഇനിയും നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം അല്ലേ? നമ്മുടെ ആഗ്രഹം ഇപ്പം ഞാൻ എൻ്റെ ജിൻഡോ പറഞ്ഞെടുത്തെന്ന് ഞാൻ ഓർക്കുകയാണ്. സുദീപ് കുമാർ അദ്ദേഹം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഞങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ടാണ്. ആ കുടുംബം ഫാമിലി ആയിട്ട് വലിയ ക്ലോസ്ഡാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ മ്യൂസിക്കലി നമുക്കൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഹരിനാരായൺ സാറിനെയും അതുപോലെ ബിജുപാൽ സാറിനെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് തന്നതും അവരെല്ലാം നമ്മുടെ കൂടെ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഒരു ആദ്യ വർക്ക് എങ്ങനെയും വിജയിപ്പിക്കണമെന്ന് തന്നെ കരുതിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ബിജുപാൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആ ലെജൻഡ് ബുദ്ധി, ആ കഴിവ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നല്ലപോലെ നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. നന്നായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതിലൊക്കെ പരമാവധി അവരുടെ കഴിവ് കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒപ്പം തന്നെ നമ്മളോട് സഹകരിക്കുകയും നമുക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തൊക്കെയാണ് ഇവരൊക്കെ നമ്മളോട് നിന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ടീം വളർന്നു വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞു. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോഴും കാനഡയിൽ ഒരു തിയേറ്ററിൽ ഈ സിനിമ ഓടാൻ വേണ്ടി അവിടെ ഒരാൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ടീം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അടുത്ത ദിവസം സിനിമയ്ക്ക് വേണ്ടിയുള്ള കോർഡിനേഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇതുപോലെ തന്നെ എടുത്ത് പറയേണ്ട അനേകരുണ്ട്. ഒരാളെ വിട്ടുപോയാൽ മൊത്തം പോകുവായി കൊണ്ട് ഞാൻ പറയുന്നില്ല. തൊടുപുഴ ആശീർവാദിൽ ഒരു രാജേഷ്, സിജോ മുട്ടം, അതുപോലെ തന്നെ പാലായിൽ നമ്മുടെ പുത്തേട്ട് സിനിമയുടെ ഓണറും മാനേജർമാരെല്ലാം, അതുപോലെ തന്നെ പള്ളിക്കകത്തോടെ, ഇങ്ങനെ ഓരോ സ്ഥലത്തും കേട്ടോ. ഒല്ലൂർ ഇന്നലെ ഞങ്ങൾ 28 ദിവസം തികഞ്ഞതിൻ്റെ, ഒരു മാസം തികഞ്ഞതിൻ്റെ ഒരു ആഘോഷമൊക്കെ വെച്ച് ഒരു കേക്കൊക്കെ മുറിച്ചു. ഇങ്ങനെ ഡേവിസ് കൊച്ചാപ്പി എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടായിട്ട് കൂടെ. അതുപോലെ തന്നെ പ്രദീപ് മേനോൻ, വള്ളുവനാടൻ ഫിലിംസാണിത് പുറത്തേക്ക് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പം ഓരോരുത്തരുടെ പറയാനാണ് എനിക്ക് 100 പേരുടെ പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇനി ഞാൻ പേര് പറയാത്ത എല്ലാവരുടെയും മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ഇരുന്ന് പണിയെടുത്ത സാംകുട്ടിച്ചേട്ടൻ പത്തനംതിട്ട. അപ്പോൾ ഓരോരുത്തരെ മറക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയാണ്. അതുകൊണ്ട് ആരൊക്കെ ഞങ്ങളുടെ ഈ ഫിലിമിൽ അധ്വാനിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ കൂടെ നിന്നുണ്ടോ, എല്ലാവരുടെയും മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ടീം മുഴുവനും വേണ്ടി, എല്ലാ പ്രൊഡ്യൂസർക്കും വേണ്ടി ഞാൻ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. കൂടെ നിന്നവരും പ്രാർത്ഥിച്ചവരും പ്രയത്നിച്ചവരും, ചിലർ അമേരിക്കയിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ, സിസിലി ബെന്നിയാൻ്റെ പോലെയുള്ളവർ, അതുപോലെ സീന്യൂസിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ഒരു സംവിധാനമാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പം അവർ ഉറങ്ങാതെ പണിയെടുത്തിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ഇതുപോലെ ഞങ്ങളോട് നിന്നാൽ, മുമ്പേ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണ്, ഇനിയും നല്ല കലാസൃഷ്ടികൾ ഞങ്ങൾ ചെയ്യും. ജനം സ്വീകരിച്ചു. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ കുറവുകളുണ്ടാകാം. കാരണം ആദ്യത്തെ സിനിമയാണ്, ഞങ്ങളുടെ അറിവ് കുറവുകളുണ്ട്. ഞങ്ങളുടെ ഈ മേഖലയിലുള്ള പല അറിവ് കുറവിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണാം. പക്ഷേ ഞങ്ങൾ അതിനെ നികത്തിയായിരിക്കും അടുത്തൊരു സിനിമ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ കൂടെ എല്ലാവരും നിന്നാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ മീഡിയയും എത്രയോ പേരെ, പ്രവീൺ മോഹൻ തന്നെ നിങ്ങളുടെ കേരള വിഷൻ്റെ എൻ്റെ സ്വന്തം സുഹൃത്താണ്, എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ കേരള വിഷനൊക്കെ തന്ന സപ്പോർട്ട് അതുപോലെ വലുതാണ്. അതുപോലെ ദീപിക, എല്ലാ ചാനലും, മനോരമ, മംഗളം ഒക്കെ കേട്ടോ. ഒരാരെയും നമുക്ക് പറയാൻ പറ്റില്ലാത്ത പോലെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റിന് എൻ്റെ മീഡിയ ബന്ധം വെച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് 24 ഒക്കെ പറ്റുന്നവരൊക്കെ കൂടെ നിന്ന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കേരള വിഷന് ഞങ്ങളുടെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഒരു മാസത്തോളമായി സംസ്ഥാന തിയേറ്ററുകളൊക്കെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. കാണാത്ത പ്രേക്ഷകരൊക്കെ പോയി കാണുക. നല്ലൊരു കുടുംബ ചിത്രമാണ്. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അജു വർഗീസും അനന്യ, ജോണി ആന്റണി, മഞ്ജു പിള്ള എന്നിവരൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പോയി കാണുക. എല്ലാ ആശംസകളും നേരും.